അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇപ്രകാരം ചോദിക്കപ്പെട്ടു: അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളുടെ വഫാത്ത് കഴിഞ്ഞാൽ, താങ്കൾ ഈ ദുനിയാവിൽ നിന്നും യാത്രയായി കഴിഞ്ഞാൽ, പിന്നീട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ പുറമാണോ അകമാണോ നല്ലത്, അഥവാ ജീവിച്ചിരിക്കലാണോ അതല്ല മരിച്ചു പോകലാണോ ഉത്തമം എന്ന് സഹാബാക്കളുടെ ഭാഗത്തുനിന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദ്യമുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളിൽ നല്ലവരായിരിക്കുകയും നിങ്ങളിലെ സമ്പന്നന്മാർ നല്ല വഴിക്ക് ചെലവഴിക്കുന്ന ധർമ്മിഷ്ഠം ഉള്ളവരായിരിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ മശൂറ പ്രകാരം തീരുമാനിക്കപ്പെടുകയും അഥവാ കൂടിയാലോചന പ്രകാരം തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് ഭൂമിയുടെ പുറത്ത് ജീവിച്ചിരിക്കലാണ് ഭൂമിയുടെ ഉള്ളിൽ പോകുന്നതിനേക്കാൾ ഉത്തമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭരണാധികാരികൾ, നിങ്ങളുടെ നേതാക്കന്മാർ, ഏത് തരത്തിലുള്ള നേതാവാകട്ടെ, അവരിൽ നിങ്ങളിലെ ഏറ്റവും ഉത്തമർ നേതാവായിരിക്കുകയും നിങ്ങളുടെ സമ്പന്നന്മാർ ധർമ്മിഷ്ഠരായിരിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് കൂടിയാലോചനയിലൂടെ ആയിരിക്കുകയും ചെയ്താൽ ഭൂമിയുടെ പുറമാണ് ഉള്ളിനേക്കാൾ നിങ്ങൾക്കുത്തമം, അഥവാ ജീവിച്ചിരിക്കലാണ് മരിച്ചു പോകുന്നതിനേക്കാൾ നിങ്ങൾക്കുത്തമം. ഇനി നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളിലെ മോശക്കാരായി തീരുകയും നിങ്ങളിലെ സമ്പന്നന്മാർ സമ്പത്ത് ചെലവഴിക്കാത്ത പിശുക്കന്മാരായി മാറുകയും നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ സ്ത്രീകളാവുകയും ചെയ്താൽ ഭൂമിയുടെ ഉള്ളാണ് പുറത്തേക്കാൾ ഏറ്റവും ഉത്തമമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. 3 കാര്യങ്ങൾ തങ്ങളോട് പറഞ്ഞു. നമ്മുടെ നേതാക്കന്മാർ നമ്മളിലെ ഉത്തമരായിരുന്നാൽ ഭൂമിയുടെ പുറമാണ് നല്ലത്. അതേപോലെ സമ്പന്നന്മാർ നല്ല കാര്യത്തിൽ ചെലവഴിക്കാൻ മടിക്കാത്ത ധർമ്മിഷ്ഠരായിരുന്നാൽ ഭൂമിയുടെ പുറമാണ് നല്ലത്. അതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് കൂടിയാലോചനയിലൂടെയാണെങ്കിൽ ഭൂമിയുടെ പുറമാണ് ഏറ്റവും നല്ലത്, അഥവാ ജീവിച്ചിരിക്കലാണ് നല്ലത്. ഇനി നേരെ തിരിച്ച് നേതാക്കന്മാർ മോശക്കാരായിരിക്കുകയും സമ്പന്നന്മാർ പിശുക്കരായി മാറുകയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പെണ്ണുങ്ങളാവുകയും ചെയ്താൽ, വീട് മുതൽ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള കാര്യം പറയാം, തീരുമാനിക്കുന്നത് സ്ത്രീകളായിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മരിച്ചു പോകലാണ് ഉത്തമം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ. ഫബത്തുൽ അർദി, ഭൂമിയുടെ ഉള്ളാണ് നിങ്ങൾക്ക് ഭൂമിയുടെ പുറത്തേക്കാൾ നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി. അപ്പം ഈ 3 കാര്യങ്ങൾ എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലത്തോളം ജീവിച്ചിരിക്കലാണ് നല്ലത്. ഈ 3 കാര്യങ്ങൾ തകർന്നാൽ പിന്നീട് മരിച്ചു പോകലാണ് ഉത്തമമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. നിരുപാധികം മറുപടി പറഞ്ഞില്ല, ഈ ചില നിബന്ധനകളോട് കൂടിയാണ് തങ്ങൾ മറുപടി പറഞ്ഞത്. ഇപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞിട്ട് സഹാബാക്കൾക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടായത്. റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നന്മ എന്നാണ് മറുപടി നൽകിയത്. ലോകത്ത് നന്മകളുള്ള കാലത്ത് ജീവിച്ചിരിക്കലാണ് നല്ലത്, ലോകത്ത് തിന്മകൾ പടർന്നാൽ പിന്നീട് മരിച്ചു പോകലാണ് ഏറ്റവും ഉത്തമം എന്നാണ് ഹദീസിൻ്റെ ആകസാരം. അള്ളാഹു മനസ്സിലാക്കി നല്ലവരായി തീരാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.